കോയമ്പത്തൂർ എൽ&ടി ബൈപ്പാസിലെ ടോൾ ബൂത്തിന് സമീപം മലയാളികൾക്ക് നേരെ ഹൈവേ റോബറി സംഘത്തിന്റെ ആക്രമണം. വാഹനം അടിച്ചു തകർത്തു. 10-ലേറെ പേർ കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നു. മധുക്കര പോലീസ് കേസെടുത്തു. എറണാകുളത്ത് പരസ്യ കമ്പനി നടത്തുന്ന അസ്ലമും സുഹൃത്തുക്കളും കോയമ്പത്തൂരിൽ നിന്ന് കടയിലേക്ക് ആവശ്യമായ കമ്പ്യൂട്ടറുകൾ വാങ്ങി വരികയായിരുന്നു. പുലർച്ചെ 2:30-ക്കാണ് ഹൈവേയിൽ മോഷണ സംഘം ഇവരെ തടഞ്ഞു നിർത്തിയത്. കാർ തല്ലി തകർത്തു. പാലക്കാട് രജിസ്ട്രേഷനുള്ള 4 വാഹനങ്ങളിലായാണ് കവർച്ചാ സംഘം എത്തിയത്. 2 ഇന്നോവ കാറ്, ഒരു എത്തിയോസ്. ഇവർ 3 പേരും വന്നിട്ട് നമ്മുടെ വണ്ടീനെ കൊണ്ട് ഫസ്റ്റ് ഇന്നോവ കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തെ ഇന്നോവ റൈറ്റ് സൈഡ് ഡോറിൻ്റെ അവിടെ വെച്ചു. എത്തിയോസ് ബാക്കിലും വെച്ച് നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നിട്ട് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഒരു 8-10 പേര് എന്തായാലും ഉണ്ട്. അവരെല്ലാവരും ഇറങ്ങി വന്ന് മൊത്തം മുഖം മൂടിയായിരുന്നു. ഫുള്ള് മാസ്ക് ഇട്ട്, കണ്ണ് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ. കവർച്ചാ സംഘം എത്തിയ വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചാണ് യുവാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് നേരെ ബാക്കി കിടന്ന എത്തിയോസിലേക്ക് ഇടിച്ച്, പിന്നെ നേരെ അപ്പോൾ തന്നെ ഫസ്റ്റ് എടുത്ത് ഇവർ ഫ്രണ്ടിൽ നിൽക്കണ്ടേ, അതൊന്നും മൈൻഡ് ചെയ്തില്ല, അങ്ങോട്ട് എടുത്തു. പിന്നെ ഒരു ഇന്നോവക്കാരുടെ ഡോർ തുറന്നെടുക്കണം, 2 ഡോറും. ആ 2 ഡോറും ഇടിച്ച് പൊളിച്ച് ഞങ്ങൾ നേരെ ടോളിലേക്ക് വന്നു. തൊട്ടൊരു 300 മീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ടോളായിരുന്നു. ടോളിൽ ചെന്നപ്പോൾ അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായി. അവരുടെ അടുത്ത് നിന്ന് കംപ്ലൈന്റ് ചെയ്തു. അസ്ലമും സുഹൃത്തുക്കളും എൽ&ടി ബൈപ്പാസിന് സമീപത്തുണ്ടായിരുന്ന പോലീസുകാരെ വിവരമറിയിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന CCTV ക്യാമറകളിൽ അക്രമികളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. മധുക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അക്രമികൾ തല്ലിത്തകർത്ത വാഹനം മധുക്കര സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.